ക്രിക്കറ്റ് അസോസിയേഷനിലെ പീഡന കേസിൽ പ്രതി മനുവിന്റെ സുഹൃത്തിനെതിരെയും ആരോപണം. കേസിൽ സുഹൃത്ത് ബിനുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. പെൺകുട്ടികളുമായി മനു നടത്തിയ തെങ്കാശി യാത്രകളിൽ ബിനുവും ഒപ്പമുണ്ടായിരുന്നതായി പരാതിക്കാരിയുടെ പിതാവ് റിപ്പോർട്ടിനോട്. ടൂർണമെന്റിന്റെ പേരിൽ 5 തവണ മനു കുട്ടികളുമായി തെങ്കാശിയിലേക്ക് പോയിരുന്നു. ആദ്യ 3 തവണ 15 ആൺകുട്ടികളും പിന്നീടുള്ള 2 യാത്രകളിൽ 13 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഈ യാത്രകളിൽ മനുവിനൊപ്പം സുഹൃത്ത് ബിനുവും ഉണ്ടായിരുന്നതായി പരാതിക്കാരിയുടെ പിതാവ്. മയക്കുമരുന്ന് കൊടുത്ത് എന്നെ രാവിലെ മനുവിൻ്റെ റൂമിൽ നിന്നാണ് ഞാൻ ഉറക്കേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയം വരെ ബിനു എവിടെയായിരുന്നു? ബിനു ഇതിൽ കൂട്ടാളിയല്ലേ? ബിനുവിനെതിരെ നിരവധി കേസുകളുണ്ടെന്നും സുഹൃത്തിനെ അമ്പയറിംഗ് പാനലിലേക്ക് തിരികെ കയറ്റാൻ മനു ശ്രമിച്ചിരുന്നതായും ആരോപണമുണ്ട്. മനസ്സിലാത്ത വീട്ടിൽ ഈ തലയോട്ടി വെച്ചിട്ടുള്ള പൂജയോ തലയോട്ടിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ തെങ്കാശി പോയെന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് പറഞ്ഞത്. മനു തന്റെ വീട്ടിൽ ബ്ലാക്ക് മാജിക് പൂജകൾ ചെയ്യാറുണ്ടെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും പരാതിക്കാരിയുടെ പിതാവ് ആവശ്യപ്പെട്ടു. ഇയാൾ ഇട്ടിരിക്കുന്ന കഴുത്തിരിക്കുന്ന മാല പോലും തലയോട്ടിയാണ്, കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് തലയോട്ടിയാണ്. പിന്നെ കുട്ടികൾക്ക് മുട്ടായികൾ കൊടുക്കുന്നുണ്ട്, കല്ല് മുട്ടായികൾ കൊണ്ടുവന്ന് കൊടുക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.